ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ധനുക കമ്പനിയുടെ കോണിക്ക എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ്. കോണിക്കയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കസുഗാമൈസിൻ 5%, കോപ്പറോക്സിക്ലോറൈഡ് 45%, WP ഫോമിലാണ് വരുന്നത്. നമ്മൾ കോണിക്ക പൊതുവേ അഴുകൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. നമുക്കറിയാം കോപ്പറോക്സിക്ലോറൈഡ് COC നമ്മൾ 50% വരുന്ന COC നമ്മൾ അഴുകലിന് ടെബുക്കണസോൾ, ഹെക്സാകോണസോൾ അല്ലെങ്കിൽ മെറ്റലാക്സിൽ പോലുള്ള കോമ്പിനേഷൻ്റെ കൂടെ കൂട്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കോണിക്ക ഈ കൊത്തഴുകലിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. നമുക്ക് കോണിക്കയുടെ കൂടെ ടെബുക്കണസോളോ പ്രോപ്പിക്കണസോളോ പോലെയുള്ള സോൾ കാറ്റഗറിയിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫംഗിസൈഡുകൾ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൊത്തഴുകൽ നല്ല രീതിയിൽ കൺട്രോളായി കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ കോണിക്ക നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 300 ഗ്രാം കോണിക്കയും ടെബുക്കണസോളാണെങ്കിൽ 150 മില്ലിയും പ്രോപ്പിക്കണസോളാണെങ്കിൽ 200 മില്ലിയും വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മളത് നമ്മുടെ തോട്ടത്തിലെ അഴുകലിൻ്റെ തീവ്രത അനുസരിച്ച് ഡോസേജ് നമ്മൾ മാനേജ് ചെയ്യുക. ചെറിയ തോതിലുള്ള അഴുകലൊക്കെ ഉള്ളെങ്കിൽ അതിനനുസരിച്ച് ഡോസ് അല്പം നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ കൊത്തഴുകലിന് മരുന്ന് ഇപ്പം കോണിക്കയോ അല്ലെങ്കിൽ COCയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ അക്രോബാക്റ്റ് പോലുള്ള പ്രോഡക്റ്റുകളൊക്കെയാണ് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം അഴുകൽ വന്ന ശരങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയാം കൊത്തഴുകൽ വരുമ്പോൾ പാർഷ്യലി ശരങ്ങൾ ഡാമേജ് ആകുള്ളൂ. അങ്ങനെയുള്ള ശരങ്ങൾ നമ്മൾ നിലനിർത്തി പോവുകയാണെങ്കിൽ ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ തോട്ടത്തിൽ അഴുകൽ സ്പ്രെഡാകുന്ന കണ്ടുവരുന്നുണ്ട്. നമ്മൾ കൊത്തഴുകൽ കണ്ട തോട്ടങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള മരുന്നുകൾ അഴുകലിനെതിരെയുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷം ഡാമേജ് വന്ന ശരങ്ങൾ കട്ട് ചെയ്ത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുക. അപ്പോൾ നമുക്ക് അഴുകൽ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ തോട്ടത്തിൽ അഴുകൽ വന്ന ചെടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെടിയിൽ കുളിപ്പിച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം അല്പം മണ്ണിലും കൂടെ ഒന്ന് പിടിച്ചുകൂടുക. ആ ചെടി നിൽക്കുന്ന സർഫസിൽ അല്പം മണ്ണ് സ്പ്രേ ആയി കഴിഞ്ഞാൽ മരുന്ന് എത്തിയാലേ പെട്ടെന്നുള്ള ഫൈറ്റോത്തോറയുടെ പെരുകിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഴുകൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കൊത്തഴുകൽ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഞ്ഞുള്ള മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ കോണിക്കയും ടെബുക്കണസോളോ പ്രോപ്പിക്കണസോളോ കൂട്ടി ഉപയോഗിക്കാൻ നല്ല റിസൾട്ടാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത് നമുക്കറിയാം, നമുക്ക് കോണിക്ക ഉപയോഗിച്ച് ഒരു ബാരൽ നമ്മൾ 300 ഗ്രാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 900 രൂപ റേഞ്ചിൽ നമുക്ക് ബാരൽ കോസ്റ്റ് വരുന്നുണ്ട് കോണിക്കയ്ക്ക് തന്നെ. പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ടെബുക്കണസോളോ പ്രോപ്പിക്കണസോളിൻ്റെ ഒക്കെ ഒരു കോസ്റ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ വില കൂടാൻ കാരണം നമുക്കറിയാം കസുഗാമൈസിന് പൊതുവേ അല്പം വില കൂടിയ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതും കൂടെ ഈ COCയുടെ കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് വലിയൊരു ഇഷ്യൂ അല്ലാത്തവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഓൺലൈനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ, കടകളിലൊക്കെ എത്തുന്നേ ഉള്ളൂ. ഓപ്പൺ മാർക്കറ്റിലോട്ട് ഈ പ്രോഡക്റ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അല്പം കൂടെ വില കുറയാൻ സാധ്യതയുണ്ട്. നിലവിലിപ്പം ഓപ്പൺ മാർക്കറ്റിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കാം. നല്ല റിസൾട്ട് ഒരു കോമ്പിനേഷനാണ്. നമുക്കറിയാം COC ട്യൂബൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയും. അതിൻ്റെ കൂടെ കസുഗാമൈസിനും കൂടെ ആഡായി വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി.